ഹായ് ഹലോ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നേ. ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ. സവാള മുറിക്കുന്നത് ഞാനാണ്. പണ്ട് എനിക്ക് സവാള മുറിക്കാൻ തീരെ അറിയില്ലായിരുന്നു. ഇപ്പം പിന്നെ ശീലമായി, സെറ്റായി. പിന്നെ അതിന് വേണ്ടി തക്കാളി ഞങ്ങൾ 5 സവാള എടുത്തു. പിന്നെ 3 തക്കാളി മുറിക്കുകയാണ് കേട്ടോ ഞാൻ. എൻ്റെ കട്ടിങ് സ്കിൽസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ജീവിതമൊക്കെ എന്തുമാതിരി മാറിയില്ലേ. ഞാൻ എൻ്റെ കാര്യത്തിൽ ഓർക്കുമ്പോൾ ഇതാണ് എൻ്റെ വലിയൊരു ചേഞ്ച്. കാരണം എനിക്ക് കുക്ക് ചെയ്യാനൊന്നും പണ്ടേ അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം, ഞങ്ങൾ വീടെടുത്തതിന് ശേഷം ഞാൻ എല്ലാ സാധനവും കുക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നെ പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന്. പിന്നെ അടുത്തത് ചിക്കന് വേണ്ട മസാല റെഡിയാക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞേ, ചിക്കൻ കഴുകണ്ടേ? ചിക്കൻ കഴുകേണ്ട ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ ചിക്കൻ. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് വന്നു. ആൾ വന്ന് ചിക്കൻ്റെ മസാല അരയ്ക്കാൻ വേണ്ടി എടുത്തു. ജിഞ്ചർ, ഗാർലിക്ക്, പുതിന ഇല, പച്ചമുളക്, തൈര് ഇതൊക്കെ ഇട്ട് അടിക്കണം. അപ്പം അതിൻ്റെ പരിപാടിയാണ് ആൾ നോക്കുന്നത്. അങ്ങനെ ചിക്കന് വേണ്ട മസാല റെഡി. ഇനി ചിക്കനുമായിട്ട് ഞങ്ങളത് മിക്സ് ചെയ്യാൻ പോവാം. കുറച്ച് വെള്ളം കൂടി പോയിട്ടോ. അപ്പം ഞങ്ങൾ മിക്സ് ചെയ്യുന്നത് സ്പൂൺ കൊണ്ടാട്ടോ, കാരണം നല്ല എരിവുണ്ടാവുമല്ലോ. ഇത് മാരിനേറ്റ് ചെയ്ത് ഉടനെ ഞങ്ങളത് ഫ്രിഡ്ജിൽ കയറ്റാൻ പോകട്ടോ. ബിക്കോസ് അടുത്ത കുറേ പരിപാടികളുണ്ട്. റൈസ്, സാലഡ്, മിൻ ചട്നി. അപ്പം നമുക്കത് സാലഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ടൊമാറ്റോവും ചില്ലിയും നമ്മൾ മുറിച്ച് അതിട്ടു. പിന്നെ അപ്പുറത്ത് മിൻ ചട്നി നേഹം ഉണ്ടാക്കുന്നുണ്ട്. മിൻറ്റ് എടുത്തു, അതിൽ തേങ്ങ ഇട്ടു, പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചു. അതിൻ്റെ പാരലൽ സൈഡിൽ കൂടെ കുക്കുംബർ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദു. സാധാരണ എല്ലാവരും ബിരിയാണി ആയി കഴിഞ്ഞിട്ടാണ് സാലഡും ചട്നിയൊക്കെ ഉണ്ടാക്കുക. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് ഗൈസ്. ബിക്കോസ് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ. അങ്ങനെ ഞങ്ങൾ മിൻ ചട്നി റെഡി. നെക്സ്റ്റ് ഇത് അപ്പോൾ സൈഡിലിരുന്ന് എന്തൊക്കെയോ ചളിയൊക്കെ അടിക്കിട്ടിട്ടൊന്ന് നന്ദു അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ അതീതായിട്ടും വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദു ഞാൻ കട്ട് ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് എടുത്താണ് സാലഡിലിട്ട്. അതും പറഞ്ഞ് ഞാനും നന്ദുവും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയിൽ. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സാലഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ക്യാരറ്റ് മുറിച്ചിട്ടു. പിന്നെ നന്ദുവിൻ്റെ കട്ടിങ് സ്കിൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം ഭയങ്കര ഫൈനായിട്ട് അവൾ കട്ട് ചെയ്യുക. എല്ലാം ഒരുപോലെ ഉണ്ടാവും. അതാണ് നന്ദുവിൻ്റെ കട്ടിങ് സ്കിൽസിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് ഞങ്ങൾ റൈസൊക്കെ കഴുകിട്ടോ. കാരണം ഇപ്പം തന്നെ ഒരുപാട് സമയം ലേറ്റായി. അപ്പോൾ ഞങ്ങൾ റൈസൊക്കെ കഴുകി. ഇനി അത് റൈസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി സ്പൈസസ് ഓരോന്നായിട്ട് ഇട്ടു. പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, പിന്നെ ഏലക്ക, അങ്ങനെ കുറേ സ്പൈസസ് നമ്മൾ നെയ്യിലിട്ട് വാട്ടുകയാണ് കേട്ടോ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ബേ ലീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും പേര് ഏകദേശം പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ബിരിയാണി മസാല എന്നും പറഞ്ഞ് അതിൽ കൊടുത്തിട്ടൊക്കെ ഞങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഷോർട്സ് ഒക്കെ നന്ദു എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എനിക്കത്ര വൃത്തിയിലൊന്നും എടുക്കാൻ അറിയില്ല. നന്ദുവിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാമറമാനാണല്ലോ. നീഹു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നീഹു ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി വെച്ച റൈസ് അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. വഴറ്റാൻ വേണ്ടിയിട്ട് റൈസ് വഴറ്റിയിട്ട് വേണം നമുക്ക് റൈസ് വേവിക്കാം. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ റൈസ് വഴറ്റാറിട്ടു. സൈഡിൽ ഞങ്ങൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 4 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ 7 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളം പാരലലി തിളയ്ക്കുന്നുമുണ്ട്, റൈസ് അവിടെ വഴറ്റുന്നുമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നന്ദു അപ്പോഴേക്കും സാലഡ് സെറ്റാക്കി കേട്ടോ. കേട് ഒക്കെ ഒഴിച്ച് സാലഡ് സെറ്റാക്കി. പിന്നെ ഞങ്ങൾ ഈ വാട്ടി വെച്ച റൈസ് വെള്ളത്തിലേക്ക് ഇട്ടു. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ റൈസിൽ ആവശ്യമുള്ള ഉപ്പിടാൻ മറക്കരുത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ഹരിക്കുട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിൽ അപ്പൻ്റെ ഫോണിലേക്ക്. അങ്ങനെ ഞങ്ങൾ മുറിച്ച് വെച്ച സവാള നെയ്യിൽ വഴറ്റുക കേട്ടോ. കാരണം ഇനി സമയം നമ്മൾ ചിക്കൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചിക്കൻ വേവിക്കാനൊക്കെ പോവുകയാണ്. സോ പാരലലി ഇപ്പുറത്തെ റൈസ് വേവുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ പിന്നെ മസാലാസൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് വീണ്ടും വഴറ്റുക കേട്ടോ. മസാലാസ് എന്തൊക്കെയാ വെച്ചാൽ നമ്മൾ നോർമലി ഇടുന്ന ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ തക്കാളി ഇട്ടു. അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നീഹു സൈഡായി കേട്ടോ. കാരണം ഇത് കുറേ നേരം എടുക്കും വഴറ്റാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നീഹുനോട് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വഴറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ചിക്കൻ ഇട്ടു. കാരണം ഞങ്ങളുടെ ക്ഷമയൊക്കെ നശിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ചിക്കനൊക്കെ ഇട്ട് ഒട്ടാകെ ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. ആ പാത്രം ചെറുതായതുകൊണ്ട് തന്നെ ചിക്കൻ കൊള്ളുന്നില്ലായിരുന്നു കേട്ടോ. പാപൻ നീഹു എങ്ങനെയൊക്കെയോ അത് സെറ്റാക്കുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് വലിയ പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ചെറിയ ഈ പാത്രത്തിൽ അങ്ങ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഒരു നോൺ സ്റ്റിക്ക് ഈ പാത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് വെച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ.
ഇതാണ് ഇനി വരാൻ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നന്ദുവിൻ്റെ ഷോട്ട്. ഇങ്ങനത്തെ ഷോട്ട്സൊക്കെ നന്ദു എടുക്കുന്നത്. എനിക്ക് ഇത്ര കഴിവൊന്നുമില്ല, വീഡിയോ ഏത് ആംഗിളിൽ വെച്ചിട്ട് എടുക്കണതൊന്നും അറിയാനുള്ള കഴിവൊന്നും എനിക്കില്ല. സോ നന്ദുവിൻ്റെ ക്യാമറ സ്കിൽസാണ് നിങ്ങളെ കാണുന്നതൊക്കെ. ഇനി നമ്മൾ ദമ്മിടാൻ പോവാം കേട്ടോ. ആദ്യം റൈസ് ഇട്ടു, പിന്നെ അതിലേക്ക് ഉള്ളി, കാഷ്യൂ, മുന്തിരിയും ഫ്രൈ ചെയ്തതിട്ടു. അതിൻ്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാല ഇട്ടു, പിന്നെ കുറച്ച് ചിക്കൻ വെച്ചു, വീണ്ടും റിപ്പീറ്റ്. അങ്ങനെ ഞങ്ങൾ ദമ്മിട്ടു. ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഏന്തി ആ ചെമ്പിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അതാണ് അപ്പുറത്ത് നന്ദു വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിത് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ ഫ്രൈ ചെയ്ത ഉള്ളി സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തുമോ നന്ദു. അപ്പം ഞങ്ങൾ ഓരോരോ ലെയറായി ദമ്മിട്ടു, പിന്നെ അടുപ്പത്ത് വെച്ചിട്ടു. ഇത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, കാരണം അനങ്ങാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുക്കർ വെച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി റെഡി. ഇനി ഒരു മിനിറ്റ് പോലും ക്ഷമയില്ല, വേഗം പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. ആഹാ അന്തസ്. ഞങ്ങൾ നല്ലോണം ആസ്വദിച്ച് ഫുഡ് കഴിക്കാമെന്ന് വെച്ച് പിന്നെ വീഡിയോ എടുപ്പൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ. ബൈ ഫ്രം അഖില. ബൈ.